Hey guys, welcome back to my video. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പാറശാല കളിക്കവിള അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കാറൊക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലും പോകുന്ന പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു കായലിൻ്റെ അടുത്തുള്ള സ്ഥലം. ഞാൻ പോയിട്ടില്ല ഇതുവരെ, ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. തമിഴ്നാട് വഴിയും പോവാം, കേരളം വഴിയും പോവാം. അപ്പോൾ നമ്മൾ പാറശാല വഴിയാണ് പോകുന്നത്. ഓക്കെ, ഈ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുറേ എസ്തെറ്റിക് ആയിട്ടുള്ള ബിൽഡിങ്സും ചേർച്ചസും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പോകുന്ന വഴി ഈ ഒരെണ്ണം അതാണ്. സൂപ്പറല്ലേ ചേർച്ച് കാണാനായിട്ട്? ഒരുപാട് ചേർച്ചുണ്ട്, നല്ല നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ചേർച്ചസ്. പോകുന്ന സമയത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഭയങ്കരമായിട്ട് മഴ പെയ്യുമെന്ന്. പക്ഷെ അധികം മഴയൊന്നും പെയ്തില്ല. പകുതി ദൂരം എത്തിയപ്പോഴത്തേക്ക് പിന്നെ വെയിലൊക്കെ ആയിരുന്നു. മഴയും വെയിലും കൂടെ മിക്സ് ആയിട്ടുള്ള ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഒരു സൂപ്പർ സ്ഥലം, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അടിപൊളിയല്ലേ? നല്ല ഭംഗി. അപ്പം നമ്മളിതാ സ്ഥലത്തെത്താറായി. പോണ വഴി കുറേ കാഴ്ചകൾ കാണാം. പോകുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആറ് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ പോകുന്ന വഴി ഫുള്ള് കടകളാണ്. പഴങ്കഞ്ഞി കടകൾ, അതുപോലെ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന പുഴമീനാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. പഴങ്കഞ്ഞിയും അതുപോലെ പുഴമീൻ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ ഈ പോണ വഴിയിൽ. റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു കടകൾ. ഇവിടെ തന്നെയുള്ള ആൾക്കാർ ഉണ്ടാക്കിയേക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു അവരുടെ വീട്ടിനോട് ചേർന്ന് അവരുണ്ടാക്കിയേക്കുന്ന കടകളാണ് ഈ കാണുന്നതെല്ലാം. ഇതാ ഈ പോകുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടു. സംഭവം എന്ന് പറഞ്ഞാൽ ആ ആനയുടെ പാപ്പനെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അത് വേറെ എവിടെ നിന്ന് വന്നതായിരിക്കും എന്നൊക്കെ. പിന്നെ ഈ കട ഞങ്ങൾ ആദ്യം പോയി. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. ആ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇതാ ഈ മീൻ ഉണ്ടാക്കുന്നത് കണ്ടോ? ഇതൊരു ഫുൾ പോർഷനായിട്ടാണ് കിട്ടുന്നത് ഇവിടുന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്ക് കാരണം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തു. അതുപോലെ ഇവിടെ കുറച്ച് ഓവർ പ്രൈസ് ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് പോയി നോക്കി. ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ എന്തായാലും ഒരു പിക്സൊക്കെ എടുത്തേക്കാം. പിക്സും കുറച്ച് വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ബട്ട് ദിസ് ഇസ് സൂപ്പർ പ്ലേസ്. കണ്ടില്ലേ എന്ത് രസമല്ലേ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ? പക്ഷേ ഇവിടെ ഭയങ്കര ആളും കാരണം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും തോന്നിയില്ല അധികം നേരം. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾ പോയത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പ്ലേസിലേക്കാണ്. ഇതാണ് ലേക്ക് റെസ്റ്റോറൻറ്റ്. ഇത് നമ്മൾ നെട്ട കയറുന്നിടത്ത് തന്നെ ഉള്ള ഒരു ഫസ്റ്റ് കാണുന്ന റെസ്റ്റോറൻ്റാണ്. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ലേക്ക് റെസ്റ്റോറൻറ്റ് എന്നതിൻ്റെ പേര്. അപ്പം ഇവിടെ ഇരിക്കാനും നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ബില്ലിംഗ് കൗണ്ടറിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. മറ്റടുത്ത് ചെന്നപ്പോൾ ഒരു മനുഷ്യർ പോലും ഇല്ല. ആരും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കയറിയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഫുഡ് ഞങ്ങൾ പറഞ്ഞത് ഒരു സിലോപ്പിയാണ്.
പിന്നെ ഊണുമാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ കറികളായിട്ട് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നമ്മുടെ മീൻ എത്തിക്കഴിഞ്ഞു. പിന്നെ സാമ്പാറും ഉണ്ട് പരിപ്പും ഉണ്ട്. ഞങ്ങൾ പരിപ്പ് പറഞ്ഞു, സാമ്പാറും കുറച്ച് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ കഴിച്ചു തുടങ്ങി ഫുഡ്. പുഴമീനാണ്. ഞാൻ പൊതുവേ ഒരു പുഴമീൻ ലവർ അല്ല, ബട്ട് എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പായസവും കിട്ടി. ഇത് അവസാനത്തെ കോലാണ് കേട്ടോ ഈ മീൻ്റെ. ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 10 നമുക്ക് 7 കൊടുക്കാം. കാരണം ഓക്കെ ഫുഡാണ്. ഭയങ്കര അടിപൊളി എന്ന് പറയാനും പറ്റില്ല, ബട്ട് മോശം പറയാനും ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലോപ്പിയാണ് ഓർഡർ ചെയ്തത്. അത് 350 ആയിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പോൾ കഴിച്ചൊക്കെ ഇറങ്ങി. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ വരുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട്, അവിടെ എല്ലാം അത്യാവശ്യം നല്ല ആളാണ്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് തൃപ്പരപ്പ് വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയ തൃപ്പരപ്പ് വാട്ടർഫോൾ കാണാനാണ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് തൃപ്പരപ്പ് വാട്ടർഫോൾ വരുന്നത്. പോയ സമയം അത്യാവശ്യം വെള്ളം ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് എന്തായാലും കാണാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ 2019 ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ആരെയും അങ്ങോട്ട് ഇറക്കുന്നില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിന്ന് കുളിക്കാനും എടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ കുളിക്കാനൊന്നും പറ്റണില്ല. കുറേ ആൾക്കാരൊക്കെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മേ ബി മൺസൂൺ സീസൺ ആയതുകൊണ്ടായിരിക്കാം, നല്ല ഒഴുക്കായതുകൊണ്ടായിരിക്കാം, അപകടങ്ങളൊക്കെ കൂടി വരുന്നത് കൊണ്ടാവും അവർ റെസ്ട്രിക്ഷൻസ് ഇട്ടത്. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഫോട്ടോസൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വീഡിയോസൊക്കെ എടുത്ത്. ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ട്, കുറച്ച് ഫോട്ടോസ് എനിക്ക് എടുക്കണം, വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് തിരിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളിതാ നേരെ പോയത് ഒരു തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു സിമൻ്റ് പാലമുണ്ട്, മാത്തൂർ തൊട്ടിപ്പാലം എന്ന് പറയും. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു ലോങ് ബ്രിഡ്ജ് പോലെയാണ്. പണ്ടെപ്പോഴോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ് ഈ മാത്തൂർ തൊട്ടിപ്പാലം എന്ന് പറഞ്ഞത്. ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ല, അനന്തൂനൊക്കെ അറിയാവുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം വന്നത്. ബട്ട് ദിസ് പ്ലേസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. നമുക്കൊരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. ഈ തമിഴ്നാട്ടിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ, കാണാൻ പറ്റുക. കന്യാകുമാരി ജില്ലയിൽ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇനിയും കുറേ ഹിഡൻ പ്ലേസസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ സൈഡിലുള്ള കനാലാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല വെള്ളമാവും ഇവിടെ ഫുള്ളും. ദെൻ താഴെ കാണുന്നത് ആറാണ്. ഇത്രയും ലോങ് ആണ് കേട്ടോ ഈ ഒരു പാലം. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. സൈക്കിളിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. ചില ആൾക്കാർ, ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ആൾക്കാർ ഇങ്ങനെ സൈക്കിളിലൊക്കെ പോകുന്നതിൻ്റെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മലനിരകളെല്ലാം കാണാൻ പറ്റും കേട്ടോ, രണ്ട് സൈഡിലും. ഇത് വെസ്റ്റേൺ ഗാട്സ് ആണ് ഈ ഒരു മല നമ്മളവിടെ കാണുന്നത്. സൂപ്പർ സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഈ ഇവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ സ്കൈ കാണാനായിട്ട്. സോ അടിപൊളി സ്ഥലമാണ്. നമുക്കൊരു 1 ഡേ ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയതാണ് ഞാൻ ഈ കാണിച്ച 3 സ്ഥലങ്ങളും. തൃപ്പരപ്പായാലും ഈ പറഞ്ഞ മാത്തൂർ തൊട്ടിപ്പാലം, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നെട്ടാന്ന് പറഞ്ഞ സ്ഥലം. ഇനിയും സ്ഥലങ്ങളുണ്ട്. കന്യാകുമാരി നമുക്ക് ഇവിടുന്ന് വേഗം പോകാൻ പറ്റും. പിന്നെ ഞങ്ങളന്ന് പോയില്ല. പിന്നെ വേറെ കുറേ ഹിഡൻ പ്ലേസസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നുണ്ടല്ലേ വെസ്റ്റേൺ ഗാട്സ് ആണ്. എന്ത് സൂപ്പറാന്ന് നോക്കിയേ. അപ്പോൾ ഈ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്താ പറഞ്ഞപ്പോ